വീഡിയോയ്ക്ക് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ അധ്യാപകരെയും ഒരുമിച്ചുള്ളതല്ല, എങ്കിലും കുറച്ച് പേരെങ്കിലും ഇങ്ങനെയുള്ളവരുണ്ട്. ഇടയ്ക്ക് നമ്മളിങ്ങനെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ചില അധ്യാപകർ നമ്മളിങ്ങനെ വിളിച്ചു നിർത്തിയിട്ട് പറയും, പഴയ പോലെ ഒന്നല്ല, കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്, അവർക്ക് കലാകായിക മേഖലയിൽ അവരുടെ സ്കില്ല് തെളിയിക്കാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്, നമ്മൾ അവരെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നിരിക്കട്ടെ, ഇപ്പം നാടകമോ ഡാൻസോ പാട്ടോ ഇനിയിപ്പം സ്പോർട്സിന്റെ ഏതെങ്കിലും ഒരു ഐറ്റോ വോട്ടെവർ, ഈ ടീച്ചറിന്റെ അവർ പോയിട്ട് ചോദിക്കാണ്, ടീച്ചറെ എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ പറയും, ഇപ്പൊ പറ്റില്ല, ഇപ്പൊ എനിക്ക് ക്ലാസ് എടുക്കണം, ഇവിടെ നിന്ന് ഒരാൾ പുറത്തിറങ്ങാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, നെക്സ്റ്റ് അവർ നോക്കിക്കോ, എന്നിട്ട് വേണം ഞാൻ ക്ലാസ് എടുത്തില്ല എന്ന് കംപ്ലൈന്റ് പറയാൻ എന്ന രീതിയിൽ. അപ്പോ എനിക്ക് തോന്നണതേ, ടീച്ചേഴ്സിന് ഒരു പക്ഷേ ഈ കുട്ടികളുടെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിന് ഒരു പ്രശ്നമുണ്ട്, ടീച്ചർ എന്തെടുക്കായിരുന്നു, നമ്മൾ ഫീസ് തന്നിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു രീതി, അത് പേടിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ടീച്ചറുടെ റിസൾട്ട് കുറവാണല്ലോ എന്ന രീതിയിൽ സംസാരം വരും എന്നൊക്കെ വെച്ചിട്ടായിരിക്കാം. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കണം. കാലമൊക്കെ മാറല്ലേ, നമുക്ക് കിട്ടാത്ത ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പൊ ടെക്സ്റ്റ് മാത്രം പഠിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന ചിന്തയൊക്കെ ഒന്ന് മാറണം. അവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒക്കെ ആണെങ്കിൽ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരുന്നു, സ്കൂളിലുള്ള അധ്യാപകര് അവർക്ക് ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു, എന്നിട്ട് അവർ പ്രാക്ടീസ് ചെയ്യട്ടെ. ഇനിയിപ്പോ ഇവര് ഇതിൽ വിജയിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും പോയിട്ട് ഇങ്ങനെ നിൽക്കും ഫോട്ടോയ്ക്ക്, എൻ്റെ സ്കൂളിലെ കുട്ടികളാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം. ഇനി തോറ്റുന്നിരിക്കട്ടെ, അപ്പൊ എന്ത് പറയും, ആ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ഉഷാറായിരുന്നു, ഇപ്പൊ ദാ റിസൾട്ട് വന്നപ്പോ അതും ഇല്ല ഇതും ഇല്ല, ഇനി എൻ്റെ പേരിൽ ഒരു കുറ്റം വേണ്ട എന്ന രീതിയിലൊക്കെ പറയാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര വിഷമായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടികൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ക്ലാസ് ഒക്കെ മിസ്സാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റാഫ് റൂമിലുണ്ടാവും, ഫ്രീ ആവുന്ന സമയത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ക്ലാസ്സിൽ നന്നായിട്ട് ഇതൊക്കെ മനസ്സിലാവുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറയാം. ടെക്സ്റ്റിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ടെക്സ്റ്റൽ നോളജിനോടൊപ്പം തന്നെ കലാകായിക മേഖലയിലും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്. നമുക്ക് കിട്ടാത്ത അവസരങ്ങൾ അവർക്ക് കിട്ടട്ടെ. അപ്പോൾ ഏത് മേഖലയിലാണ് നമ്മുടെ കുട്ടികൾ ഉയരം കീഴടക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോ അധ്യാപകർക്കും ഓരോ കുട്ടിയുടെ വളർച്ചയിലും കൃത്യമായ പങ്കുണ്ട്. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.